കേരളം നേരിടുന്ന വളരെ വലിയൊരു പ്രതിസന്ധിയാണ് ലഹരി മാഫിയ. അതെ, ലഹരി, എങ്ങും ലഹരി നുരയുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. MDMA, ഗഞ്ച, ബ്രൗൺ ഷുഗർ, അങ്ങനെ അനുദിനം ഓരോ ദിനവും വ്യത്യസ്ത കേസുകളും വ്യത്യസ്ത രൂപത്തിലുമാണ് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കണം. ഇത്രമാത്രം നിയമപാലകരും സുസജ്ജമായ സേനയുമുള്ള കേരളത്തിൽ ലഹരി മാഫിയയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നാണോ ഗവൺമെന്റ് പറയുന്നത്? ഗവൺമെന്റ് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലഹരി മാഫിയയുടെ ഒരേ കണ്ണി തന്നെയാണ് ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ആയുധക്കടത്തും എല്ലാം നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ലഹരിയാണ് വരുന്നതെങ്കിൽ അടുത്തതായി വരാൻ പോകുന്നത് ആയുധങ്ങളാണ്. അപ്പോൾ ആയുധങ്ങൾ കൂടി അവരുടെ കൈകളിൽ, അനിയന്ത്രിതമായ ആയുധങ്ങൾ കൂടി ഈ വെളിവില്ലാത്ത ആളുകളുടെ കയ്യിൽ എത്തിപ്പെട്ടാൽ, കാരണം ഇവർ ഈ ലഹരികൾ ഉപയോഗിക്കുന്നത് കൂടി ഇവർ ഭ്രാന്തമായ വേറെ ലോകത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇവരുടെ കയ്യിലേക്ക് അത്യാധുനിക തോക്കുകളും സംവിധാനങ്ങളും എല്ലാം എത്തപ്പെട്ടാൽ നമ്മുടെ പോലീസ് സേന എങ്ങനെ ഇവരെ നിയന്ത്രിക്കാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികൾ ഗവൺമെന്റുകൾ ഈ ആയുധങ്ങൾക്കും ഈ ലഹരി മാഫിയകൾക്കെതിരെയും എല്ലാം എടുക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ ഇവരുടെ കയ്യിൽ ആയുധങ്ങൾ എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കണം. നമുക്ക് ഇനി എത്രമാത്രമാണ് കേരളത്തിലെ ലഹരി കേസുകളും മറ്റുള്ള കാര്യങ്ങളും എന്നും നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇവർ ഉപയോഗിക്കുന്ന ലഹരികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. MDMA, ഉത്തേജകവും ഭ്രമജനകവുമായ സ്വഭാവമുള്ള ഒരു ലഹരി മരുന്നാണ് ഇത്. ഇത് കടത്തുന്നത് ബസ്സുകൾ, ട്രെയിനുകൾ, സ്വകാര്യ വാഹനങ്ങൾ എന്നിവയിലൂടെയാണ് ഇവർ ലഹരി മാഫിയ ഇത് കടത്തി നമ്മുടെ സംസ്ഥാനത്ത് എത്തിക്കുന്നത്. മൂക്കിലൂടെയും കുത്തിവെക്കലിലൂടെയും പുകവലിയിലൂടെയുമാണ് ഇത് ഉപയോഗിക്കുന്നത്. വലിയ വലിയ രഹസ്യ ലബോറട്ടറികളിലാണ് ഇവ നിർമ്മിക്കുന്നത്. ദീർഘകാലമായി ഇത് ഉപയോഗിച്ചാൽ തലച്ചോറിൻ്റെ പ്രവർത്തനം തകരാറിലാവുകയും ഭ്രാന്ത്, ഹൃദയാഘാതം, സ്ട്രോക്ക് എന്നിവ സംഭവിക്കുകയും ചെയ്യും. ഹെറോയിൻ അഥവാ ബ്രൗൺ ഷുഗർ, ഇവ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. പോപ്പി ചെടികളിൽ നിന്നുമാണ് ഇവ നിർമ്മിക്കുന്നത്. വെളുപ്പ് അല്ലെങ്കിൽ തവിട്ട് നിറമുള്ള പൊടിയായിട്ടാണ് ഇവ കാണുന്നത്. ചെറിയ കുപ്പികളിലാക്കി ഇത് ഉപയോഗിക്കുന്നു. പ്രധാനമായും ഇഞ്ചക്ഷൻ വഴിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ശ്വസന തകരാറ്, രക്തക്കുഴലുകൾ അടയ്ക്കൽ, രക്തത്തിൽ പകരുന്ന രോഗങ്ങൾ, ദീർഘകാലം നിലനിൽക്കുന്ന മാനസിക വിഭ്രാന്തി, ഭാവനാശക്തി കുറവ്, അങ്ങനെ പലവിധ മാനസിക പ്രശ്നങ്ങളും ഇവ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്നതാണ്. അടുത്തതായി ഇവർ ഉപയോഗിക്കുന്ന പ്രധാനമായ ഒരു മയക്കുമരുന്നാണ് മെത്താഫെറ്റമിൻ. ഉയർന്ന അളവിൽ ഇത് ഉപയോഗിച്ചാൽ ക്ഷീണം, രക്തചംക്രമണ തകരാറ്, സ്ട്രോക്ക്, മരണം വരെ ഉണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടാകും. ഇത് പ്രധാനമായി ഇവർ ലഹരി മാഫിയ കേരളത്തിലേക്ക് കടത്തുന്നത് ബസ്സുകൾ, ട്രെയിനുകൾ, സ്വകാര്യ വാഹനങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ്. ഇവ ഉപയോഗിക്കുന്നത് മൂക്കിലൂടെ ഉള്ളിലെടുത്തും കുത്തിവെച്ചും പുകവലിച്ചുമാണ് ഇത് ഉപയോഗിക്കുക. പ്രത്യേകമായ രഹസ്യ ലബോറട്ടറികളിലാണ് ഇവ നിർമ്മിക്കുന്നത്. തലച്ചോറിൻ്റെ സ്ഥിരമായ കേടുപാടുകൾ, ഭ്രാന്താവസ്ഥ എന്നിവ ഇതുമൂലം ഉണ്ടാകും. പിന്നീട് ഇവർ ഉപയോഗിക്കുന്നതാണ് ഹൈബ്രിഡ് കഞ്ചാവ്. കഞ്ചാവിൻ്റെ 2 ഇനങ്ങളായ ഇൻഡിക്കയും സ്റ്റീവയും ചേർന്നുള്ള സങ്കര ഇനമാണ് ഇവ. കേരളത്തിൽ പുതുതായി വന്നതാണെങ്കിലും ഇപ്പോൾ വലിയ ഡിമാൻഡുള്ള ഒരു മയക്കുമരുന്നായി ഇത് മാറിയിരിക്കുന്നു. സാധാരണ കഞ്ചാവിനെ അപേക്ഷിച്ച് അത്യന്തം വില കൂടിയതാണ് ഇവ. കഴിഞ്ഞ വർഷം വിമാനത്താവളത്തിലൂടെ സംസ്ഥാനത്തേക്ക് വളരെ വലിയ ഒരു കടത്ത് ഇതുമായി ബന്ധപ്പെട്ട് കടന്നതായി തെളിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും മ്യാൻമാർ അതിർത്തി വഴി വിമാനത്തിലൂടെയാണ് ഇവ നമ്മുടെ രാജ്യത്തേക്ക് കടത്തുന്നത്. ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് പുകവലി, വൈപ്പിംഗ്, നമ്മൾ ഭക്ഷിക്കുക എന്നിവ മൂലമാണ് ഇതകത്തേക്ക് ചെല്ലുന്നത്. താപനില നിയന്ത്രിച്ച ഹൈഡ്രോപോണിക് രീതിയിലാണ് ഇത് കൃഷി ചെയ്ത് എടുക്കുന്നത്. മസ്തിഷ്കം മുഴുവനായി വികസിക്കുന്നതിന് മുമ്പ് കഞ്ചാവ് ഉപയോഗം മാനസിക പ്രവർത്തനങ്ങൾക്ക് ബാധകമാകും. ശ്രദ്ധ, ഓർമ്മ, പഠനശേഷി എന്നിവയെ സാരമായി ഇവ ബാധിക്കുന്നു. സ്ഥിരമായി ഉപയോഗിച്ചാൽ സ്കിസോഫ്രേനിയ പോലുള്ള മാനസിക രോഗങ്ങൾ ഇതുമൂലം ഉണ്ടാകും. ഹെറോയിൻ, ബ്രൗൺ ഷുഗർ എന്നിവ നമ്മുടെ രാജ്യത്ത് എത്തുന്നത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നാണ്. MDMA, മെത്താഫെറ്റമിൻ എന്നിവ ഡൽഹി, ബംഗാൾ, ആസാം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് നമ്മുടെ സംസ്ഥാനത്ത് എത്തിച്ചേരുന്നത്. ഗഞ്ചാവ് ഒറീസ, ഹൈദരാബാദ്, ആന്ധ്ര, ബാംഗ്ലൂർ, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുമാണ് നമ്മുടെ സംസ്ഥാനത്ത് എത്തുന്നത്. ഹാഷിഷ് വടക്കേ ഇന്ത്യയിൽ നിന്നും എത്തിച്ചേരുന്നു. ഹൈബ്രിഡ് കഞ്ചാവ് തായ്ലൻഡിലെ രഹസ്യ ലബോറട്ടറികളിൽ നിന്നുമാണ് എത്തുന്നത്. ലഹരി മരുന്നുകളുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് 2024 എടുത്തിരിക്കുന്നത് 258 കേസുകൾ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 565 പ്രതികൾ അറസ്റ്റിലായി. 4500 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു.
24 കിലോഗ്രാം MDMAയും കേരള പോലീസ് പിടിച്ചെടുത്തു. 2024 നമ്മുടെ എക്സൈസ് വകുപ്പുകൾ മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകളും അറസ്റ്റുകളും എങ്ങനെയാണെന്ന് നോക്കാം. ജനുവരി മാസത്തിൽ 563 കേസുകൾ എടുത്തപ്പോൾ അതിൽ 572 അറസ്റ്റുകളാണ് നടന്നത്. ഫെബ്രുവരിയിൽ 562 കേസുകളും 530 അറസ്റ്റും. മാർച്ച് മാസത്തിൽ 563 കേസുകളും 569 അറസ്റ്റും നടന്നു. ഏപ്രിൽ 589 കേസുകളും 569 അറസ്റ്റുകളുമാണ് നടന്നത്. മെയ് മാസത്തിൽ 667 കേസുകൾ എടുത്തപ്പോൾ 569 അറസ്റ്റുകൾ നടന്നു. ജൂൺ മാസത്തിൽ 691 കേസുകളും 653 അറസ്റ്റുകളും നടന്നു. ജൂലൈ മാസത്തിൽ നോക്കിയാൽ 632 കേസും 601 അറസ്റ്റും. ഓഗസ്റ്റ് മാസത്തിൽ 797 കേസും 706 അറസ്റ്റും. സെപ്റ്റംബറിൽ 789 കേസും 787 അറസ്റ്റും. ഒക്ടോബറിൽ 730 കേസും 722 അറസ്റ്റും. നവംബറിൽ 899 കേസും 887 അറസ്റ്റുമാണ് ഉണ്ടായത്. ടോട്ടൽ നമുക്ക് നവംബർ മാസം വരെ 8161 കേസും അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് 7947 ആളുകളുമാണ്. വളരെ ഗുരുതരമായ വലിയൊരു ഫിഗറാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇത് സംസ്ഥാനത്ത് കടത്തപ്പെടുന്ന ലഹരിയുടെ 1% പോലും ചിലപ്പോൾ വരികയില്ലായിരിക്കും. അപ്പോൾ നാം എത്രയും വലിയ ഒരു പ്രതിസന്ധിയിലായിരിക്കും അകപ്പെട്ടിരിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ലഹരിയുടെ കേസുകൾ ഒരു തരത്തിൽ വരുമ്പോൾ ആത്മഹത്യകളും കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിൽ അനുദിനം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൊലപാതകങ്ങളെക്കുറിച്ചും ഒന്ന് നോക്കാം. നാം ഇന്ന് കേരളത്തിൽ വളരെ വ്യത്യസ്തമായ ചില രൂക്ഷമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നാം എല്ലാ ദിവസവും കേൾക്കുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. ഓരോ ദിവസവും ഓരോ കൊലപാതകം, അല്ലെങ്കിൽ കൂട്ട ആത്മഹത്യ, അല്ലെങ്കിൽ സംഘം ചേർന്നുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വാർത്തകൾ, ഇതെല്ലാമാണ് കേൾക്കുന്നത്. നമുക്കറിയാം, വെഞ്ഞാറമൂട് അഫ്വാൻ സ്വന്തം കുടുംബാംഗങ്ങളെ അടക്കം 5 പേരെ കൊന്നിരിക്കുന്നു. ഒപ്പം ഇന്നലെ കോട്ടയത്ത് ഒരു മാതാവ് തൻ്റെ 14 വയസ്സുള്ള മകളെയും 8 വയസ്സുള്ള മകളെയും ചേർത്ത് പിടിച്ച് ട്രെയിനിൻ്റെ മുന്നിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ മാനസിക ആരോഗ്യ അവസ്ഥ, അതെ, ആരോഗ്യത്തിൽ നാം ഇന്ത്യയിൽ മികച്ചു നിൽക്കുമ്പോഴും മാനസിക ആരോഗ്യ അവസ്ഥ നമ്മുടെ എത്രമാത്രമാണെന്ന് ഒരു പരിശോധിക്കുന്ന ഒരു മാനദണ്ഡമോ കാര്യങ്ങളോ നമുക്കുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതാണ്. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ നോക്കൂ. ചെറിയ തർക്കം പോലും അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കുന്നു. ഒരു വാഹനം ഓവർടേക്ക് കയറുമ്പോൾ മറ്റൊരാൾക്ക് അത് രസിച്ചില്ലെങ്കിൽ അതുപോലും കൊലപാതകത്തിലേക്ക് നയിക്കുന്നു. ഓൺലൈൻ ട്രോളിംഗ് മൂലം, ഓൺലൈനിലുള്ള ടോർച്ചറിംഗ് മൂലം ആത്മഹത്യയിലേക്ക് പോകുന്നു. അങ്ങനെ ചെറിയ ചെറിയ നിസ്സാര കാര്യത്തിന് പോലും ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് ചുറ്റും കാണാനുള്ളത്. ഒരു കൊലപാതകം നടക്കുമ്പോൾ നമുക്ക് അന്നുവരെ അയാൾ പരിചിതനായിരിക്കും. പക്ഷേ കൊലപാതകം ഇത്ര ഭീകരമായി നടക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അദ്ദേഹം അപരിചിതനായി മാറും. അതുപോലെ തന്നെയാണ് കേരളവും നമുക്ക് അപരിചിതമായി മാറുന്നുണ്ട്. ജാതി മത രാഷ്ട്രീയ പുരോഗമന പ്രസ്ഥാനങ്ങളും മറ്റുള്ള നവോത്ഥാനങ്ങളും എല്ലാം മനഃപൂർവ്വം മറച്ചുവയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ചില കാര്യങ്ങൾ. അതാണ് നമ്മുടെ മാനസിക ആരോഗ്യം. നമ്മുടെ സംസ്ഥാനത്ത് പൊതുജന ആരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ അധികമാണ്. പക്ഷേ ഒരു സ്ഥലത്ത് പോലും മാനസിക ആരോഗ്യത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നില്ല. നമ്മുടെ 2025-2026 ബഡ്ജറ്റിൽ പോലും മാനസിക ആരോഗ്യം എന്നുള്ള ഒരു വാക്കുപോലും ഇല്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. നമ്മുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് അത്രമാത്രം അന്ധമായ ഒരു തീർപ്പോടെയാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം അനുദിനം കേൾക്കുന്ന വാർത്തകൾ രക്തപങ്കിലമായ, കിരാതമായ, ഞെട്ടിക്കുന്നതായ വാർത്തകൾ മാത്രമാണ്. മാനസിക ആരോഗ്യം എന്നുള്ളത് ഗവൺമെൻറ് പ്രത്യേകം പരിഗണിക്കേണ്ട കാര്യങ്ങളായി മാറിയിരിക്കുന്നു. നമ്മുടെ ആരോഗ്യ സംരക്ഷണം പോലെ തന്നെ കേരള ജനതയുടെ മാനസിക ആരോഗ്യവും സംരക്ഷിക്കേണ്ട പ്രത്യേക പദ്ധതികൾ ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതാണ്. നമ്മുടെ ഈ ആത്മഹത്യകളെല്ലാം ചെന്ന് നിൽക്കുന്നത് കടബാധ്യത മൂലമാണ് ആളുകൾ ആത്മഹത്യ ചെയ്തത് എന്നതിലേക്കാണ്. നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യം വളരെ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം മാത്രമല്ല, ലോകം മുഴുവൻ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്.
എന്നാൽ ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ഒന്നും തന്നെ ഈ ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാനോ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാനോ ജനങ്ങളുടെ ദുരിതാവസ്ഥ നീക്കാനോ ഉള്ള യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടേതായ ആശയങ്ങളിൽ മാത്രം നിലകൊള്ളുന്ന ഒരു കാഴ്ചയാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയോ രാജ്യത്തിൻ്റെ സാമ്പത്തിക നവോത്ഥാനത്തിലെത്തിക്കുന്നതായോ യാതൊരുവിധ നടപടികളും ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്നില്ല. അതുമൂലം ഇപ്പോൾ നമുക്കറിയാം, അഫ്വാനും കടം എന്നുള്ള വാക്കാണ് അഫ്വാൻ്റെ കൊലപാതകത്തിലും നാം കാണുന്നത്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട വീട്ടമ്മയും കടം മൂലമാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ കൊറോണയ്ക്ക് ശേഷം ധാരാളം ആത്മഹത്യകൾ നമ്മുടെ നാട്ടുകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റുകൾ കൃത്യമായി, നമുക്കറിയാം ഏകദേശം 2 കോടി തൊഴിലുകൾ കഴിഞ്ഞ വർഷം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ഇന്ത്യയിലെ എക്സ്പോർട്ട് വെറും 2% ചുരുങ്ങിയ അവസ്ഥ വരെ ഇപ്പോൾ നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ഓഹരി വിപണിയാണെങ്കിൽ തകർന്നടിഞ്ഞിരിക്കുന്നു. അങ്ങനെ സകല മേഖലകളിലും ജനങ്ങൾക്ക് പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരുന്നത്.